നമ്മള് ഗരുഡ ട്രക്സിലാണ്. അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വണ്ടികള് പുറത്ത് എടുക്കുന്നുണ്ട്. അതായത് പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ, ചിലത് വർക്ക്ഷോപ്പുകളിലൊക്കെ ആയിട്ടുള്ള വണ്ടികൾ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണേ. ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലുള്ള വണ്ടികൾ ആർക്കെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ആ വണ്ടികളുടെ അടുത്തേക്ക് ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ പോകും. അപ്പൊ ചിറക്കം എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള വണ്ടികള്, ടാറ്റാര വണ്ടികള്, അപ്പൊ ഇതൊക്കെ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വേറെ വണ്ടികളുണ്ട്, ഭാരത് ബെൻസ് 16 വീല് അശോക് ലൈലാൻഡ്, പിന്നെ കുറച്ച് വണ്ടികളുണ്ടെന്ന് സനിച്ചേട്ടൻ പറഞ്ഞ നമ്മളോട്. അപ്പൊ ആ വണ്ടികളെ കുറിച്ച്, പുതിയ വണ്ടികൾ, അതൊക്കെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, വലിയ വണ്ടികളല്ല, ചെറു വണ്ടികൾ കുറവാ, 16 വീലൊക്കെ നിന്ന്. പിന്നെ ഭാരത് ബെൻസിന്റെ 16, 17, 12 ടണ്ണ് പാസിംഗ് ഒക്കെ ഉള്ള വണ്ടികളെ, അങ്ങനത്തെ വണ്ടികള്, വലിയ വണ്ടികളുടെ ഇതാണ് കൂടുതൽ ഇന്ന് കാണിക്കണേ. അപ്പൊ എല്ലാവരും വീഡിയോ മറക്കാണ്ട് കാണാം. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ശരി. ഇന്നിപ്പോ നമ്മള് വണ്ടി കണ്ടോണ്ടിരിക്കുന്നത് 2019 മോഡല് ലൈലൻഡ് 16 വീല് വണ്ടിയുടെ ഫോട്ടോ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് സിംഗിൾ ഓണർ വണ്ടിയാ. പിന്നെ 10 ടയർ പുതിയതുണ്ട്. വണ്ടിക്ക് കുറച്ച് പാച്ച് വർക്കുകൾ ഉണ്ടായി. അപ്പൊ എന്തായാലും വണ്ടിക്ക് ടെസ്റ്റ് മാർച്ചിലാ വരണേ. അപ്പൊ ഫുള്ള് ടെസ്റ്റ് പാച്ച് വർക്കുകൾ ഫുള്ളായിട്ട് തീർത്ത് പെയിന്റിങ് ഫുള്ളായിട്ട് കഴിച്ച് വണ്ടിക്ക് ഇൻഷുറൻസും ടെസ്റ്റും ഫുള്ളായിട്ട് നടത്തി. എന്തായാലും പിന്നെ പെയിന്റിങ് ബാക്കി, ആ പെയിന്റിങ് നടത്തി പുതിയ വണ്ടിമാരി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എടുത്തോണ്ട് പോണ പാർട്ടിക്ക് അതിന്റെ മുകളിൽ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ വണ്ടിയുടെ വീഡിയോ കംപ്ലീറ്റ് കണ്ടോ. ഈ വീഡിയോയില് എല്ലാ ഭാഗങ്ങളും പാച്ച് വർക്കുകൾ കാര്യങ്ങൾ ഫുള്ള് തീർത്ത് പെയിന്റിങ് ഫുള്ള് കഴിച്ച് എല്ലാ ഭാഗവും ക്ലിയർ ആക്കി നിങ്ങൾക്ക് വണ്ടി തരും. ഇതിൽ നമ്മള് 29,50,000 രൂപയുടെ വണ്ടിക്ക് വില പറയണേ. അതായത് പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, 10 ടയർ പുതിയത്, എല്ലാ ഭാഗവും പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിച്ച് 29,50,000 നിങ്ങൾക്ക് വണ്ടി ഫൈനൽ തരാം. അപ്പോ ആവശ്യമുള്ളവർ വിളിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോൺ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് വണ്ടിമ്മ മാക്സിമം നമുക്കൊരു ഇൻഷുറൻസ് ഐ ഡി ഇപ്പൊ നമ്മൾ പുതിയത് എടുക്കുന്നത് 32 ലക്ഷം രൂപ ഐ ഡി വി കാണിച്ച് നമ്മൾ ഇൻഷുറൻസ് പുതിയത് എടുക്കുക. അപ്പൊ നമുക്ക് മാക്സിമം ട്രാക്കുള്ള ഏകദേശം എമൗണ്ട് കയറുമെന്ന് വിചാരിക്കുന്നു. അപ്പോ നോക്കിയിട്ട് ആവശ്യമുള്ളവര് നമ്മളെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഏതാ സൈഡാ ടയർ 10 ടയർ വണ്ടിയുടെ പുതിയ 10 ടയർ വണ്ടിയുടെ പുത്തൻ ടയറാ. ബാക്കിയുള്ള ടയറുകൾ റിസോൾവിംഗ് ഉള്ളൂ. പിന്നെ വണ്ടി നല്ല വണ്ടിയാ. ലൈലൻഡില് കൊണ്ടുപോയി നാമക്കല്ല് ഫുള്ളായിട്ട് നാമക്കല്ല് കൊണ്ടുപോയി കെട്ടിയ ബോഡിയാ. കുറച്ച് പാച്ച് വർക്കുകൾ ഉണ്ടായി വണ്ടിയുമേ, ആ സൈഡ് ബോഡി ബാക്കിലത്തെ ഡോറൊക്കെ. അപ്പൊ അതൊക്കെ തീർത്തു ഫുള്ളായിട്ട് എല്ലാ പരിപാടികളും തീർത്തു. പിന്നെ വണ്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 16 വീല് വണ്ടി വേറെ ഡീലറിലില്ല. ഇത് BS4 വണ്ടി, ആർട്ട് ബ്ലൂ ഇല്ലാത്ത വണ്ടി BS4. അതൊക്കെയാണ് വണ്ടിയുടെ ഏറ്റവും വലിയ നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതൊരു കോഴിത്തീറ്റ കമ്പനിക്കാരുടെ വണ്ടി ആയിരുന്നു. അത് കാരണം കൊണ്ട് വൺ സൈഡ് ഫുള്ള് വണ്ടി ഓടിക്കുന്നത് കാലിയാണ്. അവിടുന്ന് ഒരു സൈഡ് ആ വണ്ടിക്ക് ലോഡുള്ളൂ. അവിടുന്ന് ലൈനിൽ ഓടിക്കുന്ന വണ്ടിയല്ല, ഇത് കമ്പനിക്കാരുടെ വണ്ടിയാണ്. കോഴിത്തീറ്റ എടുക്കാൻ വേണ്ടി കാര്യം ഓടും, അവിടുന്ന് പോയി തീറ്റ എടുത്ത് ഫുള്ള് ലോഡും കയറ്റി തിരിച്ചോടും. അങ്ങനെ ആഴ്ചയിൽ 3 ട്രിപ്പ് ഓടിയിരുന്ന വണ്ടി, അല്ലാണ്ട് പുറത്തെ ലൈനിൽ ഓടിയിരുന്ന വണ്ടിയല്ല. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വണ്ടി മേടിക്കാം. പിന്നെ ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി, കമ്പനി സർവീസാ ഫുള്ളായിട്ട്. ഒരു സർവീസ് പോലും വണ്ടി പുറത്തു പോയി ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ധൈര്യമായിട്ട് മേടിക്കാം നമുക്ക്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക, വണ്ടി കാണാനായിട്ട് വരിക, വന്ന് സംസാരിച്ച് ഫൈനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് റെഡിയാക്കി തരാനുള്ള പരിപാടി ഉണ്ടാകാം. ഓക്കെ.